ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ബലം പിടിച്ചു. ഇപ്പൊ CPI രംഗത്തിറങ്ങി കളിപ്പിച്ചു. ഇതൊക്കെ വെറും ചക്രവർത്തി പോരാട്ടമാണ്. അതിന്റെ കഥ ഞാൻ പിന്നാലെ പറയാം. ഇപ്പൊ CPI എതിർക്കുന്നു. CPI എതിർക്കുന്നത് കൊണ്ട് CPM വഴങ്ങുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ CPIയും CPM തമ്മിലുള്ള പോരാട്ടത്തെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയായിരുന്നു. അതായത് പൂച്ചയും പൂച്ചയുടെ ശരീരത്തിലെ ചെള്ളും കൂടെ പോരാട്ടം നടത്തും. അവസാനം സഹിക്കാൻ വയ്യാതാകുമ്പോ ആദ്യമൊക്കെ പൂച്ച പോട്ടെ പോട്ടെ എന്ന് വെക്കും. സഹിക്കാൻ വയ്യാതാകുമ്പോ പൂച്ച 4 മാന്ത് മാന്തും, ചെള്ള് തെറിച്ചു പോകും. ഇതാണല്ലോ പോരാട്ടം. എന്ന് പറഞ്ഞ പോലെ ഇത്രയും ഭൂരിപക്ഷമുള്ള പിണറായി മന്ത്രിസഭയോട് ഈ CPI എന്നാ പോരാട്ടം നടത്താനാ? ഇവന്മാര് മൊത്തം പിന്തുണയും പിൻവലിച്ച് അങ്ങ് ഇറങ്ങിപ്പോയാലും പിണറായിക്ക് ഒരു ചുക്കും വരിക. അതെല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ പോരാട്ടം? ഈ പോരാട്ടമല്ല. യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണ അടിച്ചു മാറ്റിയതിന്റെ വാർത്ത മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയും. അതിന് പുതിയ ഒരു പോരാട്ടം, പണ്ട് ചക്കളത്തി പോരാട്ടം എന്ന് പറയും. ചക്കളത്തി പോരാട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനതൊന്ന് പറയാം. നമ്മൾ പണ്ട് ഈ വെളിച്ചെണ്ണയൊക്കെ കടയിൽ പോയിട്ടല്ല മേടിച്ചിരുന്നത്. എന്റെയൊക്കെ വീടിന്റെ മുമ്പിൽ ഈ ചക്കളം ഉണ്ടായിരുന്നു. ചക്കളം എന്ന് പറഞ്ഞാൽ വാണിയന്മാരെന്ന് പറഞ്ഞൊരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആൾക്കാര് ഈ കൊപ്ര കാട്ടി വെളിച്ചെണ്ണ എടുക്കും. അങ്ങനെ വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് ഈ സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ ഈ മരച്ചക്ക് ആട്ടും. മരച്ചക്കിന് ചുറ്റും കാളയെ കെട്ടിയാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചില വീട്ടുകാർക്ക് ഈ കാളയെ മേടിക്കാനും പോറ്റാനും ഉള്ള വരുമാനമൊന്നുമില്ല. ചെറിയ തോതിലാണ് നടത്തുന്നതെങ്കിൽ ഈ ഭാര്യ ഭർത്താവും കൂടെയാണ് ഇത് തേങ്ങ ആട്ടുന്നത്. അപ്പൊ ഭർത്താവ് അപകടകരമായ രീതിയിൽ ഈ ചക്കിന്റെ മുകളിൽ കയറി തേങ്ങ അതിനകത്തേക്ക് ഇടുകയും കൈകൊണ്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. സ്വല്പം ഡേഞ്ചറാണ്. കാരണം ഇത് ചക്ക് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കൈ അതിന്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ട് ഭർത്താവാണ് ആ പണി ചെയ്യുന്നത്. അപ്പൊ ഭാര്യ എന്ത് ചെയ്യും? ഈ ചക്കിന്റെ സൈഡിൽ നിന്ന് വലിയൊരു നീളമുള്ള ഒരു കമ്പുണ്ട്. ഈ കമ്പ് ചുറ്റും പിടിച്ചുകൊണ്ട് നടക്കണം. എന്ന് പറഞ്ഞാൽ കാളയെ കെട്ടി വലിക്കുന്നതിന് പകരം ഈ ഭാര്യയാണ് ഈ വലിച്ചുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ കുറെ കഴിയുമ്പം ഈ എണ്ണ പുറത്ത് വരും. ഈ എണ്ണ പുറത്ത് വരുന്ന സമയത്ത് ഈ കൂലി എന്നൊക്കെ പറയുന്നത് തേങ്ങ ആട്ടുന്നതിന്റെ കൂലിയൊക്കെ കുറവാണ്. അപ്പൊ ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനം കുറവാണ്. അതിന് ഇവരൊരു സൂത്രം ഉണ്ടാകും. ഇവര് തമ്മിൽ അങ്ങോട്ട് വഴക്ക് കൂടും. അങ്ങനെ വഴക്ക് കൂടുമ്പോൾ ഭർത്താവ് ചക്കിന്റെ മുകളിൽ നിന്ന് ചാടി വന്നിട്ട് ഈ ഭാര്യ അടിക്കാൻ തുടങ്ങും. അങ്ങനെ അടിക്കാൻ തുടങ്ങുമ്പം ഭാര്യ ഈ അടിക്കുന്ന തുണി കൊണ്ടാണ്, എണ്ണയ്ക്കകത്ത് മുക്കിയ തുണി കൊണ്ടാണ് ഭാര്യ അടിക്കുന്നത്. അപ്പൊ ഉടനെ 1-2 അടി കിട്ടിക്കഴിയുമ്പോൾ ഭാര്യ ഈ തുണിയെ കയറി പിടിക്കും. തുണിയും കൊണ്ട് ഒരു ഒറ്റ ഓട്ടമാണ്. എങ്ങോട്ടാ ഓടുന്നത്? വീടിനകത്തേക്ക്. ഉടനെ ഇയാൾ വീടിനകത്തേക്ക് ഓടാൻ പോകും. അന്നേരത്തേക്ക് ഇവിടെ ചക്കിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇയാൾ തിരിച്ചു പോയി. ഈ ഭാര്യ ഈ എണ്ണ കൊണ്ടുപോയി അകത്തൊരു പാത്രത്തിലോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെയും തിരിച്ചു വരും. പിന്നെയും പണി തുടങ്ങും. അങ്ങനെ ഒരു 4-5 തവണ ഓടിക്കഴിയുമ്പോൾ ഒരു 1.5 ലിറ്റർ എണ്ണ വീട്ടിനകത്ത് ചെയ്യും. ഇത് ഈ എണ്ണയാട്ടാൻ വരുന്നവനൊന്നും മനസ്സിലാകില്ല. അവൻ പൊട്ടനായിട്ട് നിന്നിട്ട് എന്നാൽ ഇവര് തമ്മിലുള്ള വഴക്കൊന്ന് തീർന്നാ മതിയായിരുന്നു, എനിക്ക് എന്റെ എണ്ണ ആട്ടിക്കൊണ്ട് വീട്ടിൽ പോകണല്ലോ എന്ന് കരുതി കാത്തു നിന്നത് കിട്ടുന്ന എണ്ണയും കൊണ്ട് പോകും. അപ്പൊ പറയും ഇത്തവണ എണ്ണ കുറവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ പാവം പൊട്ടനെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഉള്ള പോരാട്ടത്തിനാണ് ചക്കളത്തി പോരാട്ടം എന്ന് പറയുന്നത്. ഈ പോരാട്ടമാണ് CPIയും CPMും കൂടെ ഇപ്പൊ നടത്തുന്ന പോരാട്ടം. ഇത് ആർക്ക് വേണ്ടിയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ 336 സ്കൂളുകളെയാണ് ഒരു വർഷം ഈ പ്രോജക്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഓരോ ബ്ലോക്കിലും ഈ 2 സ്കൂൾ വീതമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 സ്കൂൾ എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകൾക്കാണ് മുൻഗണന. അപ്പൊ ഈ സർക്കാർ സ്കൂളുകൾക്കാണ് ഈ പണം കിട്ടുന്നതെങ്കിൽ സർക്കാർ സ്കൂൾ നന്നാവും. സർക്കാർ സ്കൂളിന് നല്ല കെട്ടിടവും നല്ല സംവിധാനവും അന്താരാഷ്ട്ര നിലവാരവും വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കുട്ടികളെ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടക്കച്ചവടമായിട്ട് മാറും. അപ്പോൾ അവര് രംഗത്തിറങ്ങി ഇപ്പോൾ നേരിട്ട് സമരവുമായിട്ട് വന്നാൽ നാട്ടുകാർ സമ്മതിക്കില്ല. കാരണം നാട്ടുകാർ സർക്കാർ സ്കൂൾ നന്നാകുന്നതിന് വലിയ ഇഷ്ടമാണ്. ഏതായാലും ഈ ഒരു കാര്യത്തെ CPIM അംഗീകരിച്ചു. അതിനൊരു രഹസ്യമുണ്ട് വേറെ. ഈ സർക്കാർ സ്കൂളിലെ അധ്യാപക സംഘടനയിലെ ഏറ്റവും വലിയ സംഘടന CPIMന്റെ സംഘടന, CITUവുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ലാഭവും നഷ്ടവും നോക്കാൻ പറ്റിയല്ല. സ്വന്തം അധ്യാപകർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ അവരുടെ കയ്യിലായതുകൊണ്ട് അവർ ഈ PM ശ്രീ പദ്ധതിക്കകത്ത് നിന്നാൽ അധ്യാപകർക്ക് സമയത്ത് ശമ്പളം കിട്ടും, സ്കൂളിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും, ഭംഗിയായിട്ട് നടന്നാൽ കുട്ടികൾ വരും, കുട്ടികൾ വന്നാൽ കൂടുതൽ അധ്യാപകരുണ്ടാവും. അപ്പോൾ അത് CITU സംഘടനയിൽപ്പെട്ട അധ്യാപക സംഘടനയിലെ ആൾക്കാർക്ക് ലാഭമാണ്. അതുകൊണ്ട് അവര്
ബുദ്ധിപരമായിട്ട് ഇതിനെ അനുകൂലിച്ചു. CPIക്ക് പിന്നെ ഒന്നും പോകാനില്ല, അവർക്കൊട്ട് അധ്യാപക സംഘടനയില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തോട്ട് ആളുമില്ല. അപ്പോൾ ഈ CPIയെ ഈ സ്വകാര്യ സ്കൂൾ ലോബി പിടിച്ചു. ഇവരുടെ ദാരിദ്ര്യവാസികളാണ്, കിട്ടുന്ന 2 3 വകുപ്പിനകത്ത് മോഷ്ടിച്ച ആൾക്കാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പൊ പുതിയൊരു വരുമാന മാർഗം കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് ലോബി CPIയെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു ബഹളം കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾ പൈസ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പോരാട്ടം ചക്കളത്തി പോരാട്ടമാണ്. ഇത് ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സർക്കാർ സ്കൂളുകൾ ഒരു കാലത്തും നന്നാകാതിരിക്കാനും ഈ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1157 സ്കൂളുകൾ ഇടിഞ്ഞു തകർന്ന് താഴോട്ട് വീഴാനും, അങ്ങനെ ഇടിഞ്ഞു തകർന്ന് താഴോട്ട് വീണ് കഴിയുമ്പോൾ അവിടുത്തെ പിള്ളേർ ഗതികേട് കൊണ്ട് സ്വകാര്യ സ്കൂളിൽ പോകാനും ഉള്ള അന്തരീക്ഷം ഉണ്ടാവും. അപ്പൊ സ്വകാര്യ സ്കൂൾ ലോബിക്ക് ഇത് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയായിട്ട് മാറും. അതോടൊപ്പം തന്നെ CPIക്ക് പറയാൻ, കണ്ടോ ഞങ്ങൾ വലിയേട്ടനെ മുട്ടുകുത്തിച്ചു, ഇപ്പൊ കണ്ടോ ഞങ്ങൾ തീരുമാനമെടുത്തു മന്ത്രിസഭ, എന്നിട്ട് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കേന്ദ്രത്തിലോട്ട് കത്തയക്കാൻ. കേന്ദ്രത്തിലോട്ട് കത്തെങ്ങാനും ഇവന്മാരെ അയച്ചെങ്കിൽ കേന്ദ്രം അത് പൊന്നു മനസ്സിലെടുത്ത് സ്വീകരിച്ച് ഫയലിനകത്ത് ശേഖരിച്ചിട്ട് പറയും, ഗുഡ് ബൈ മക്കളെ, എന്നാ വിട്ടോ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സർവശിക്ഷ അഭിയാന്റെ 1500 കോടിയുണ്ട്, ഇപ്പോൾ ഈ PM ശ്രീയുടെ 1500 കോടിയുണ്ട്. ഇത് രണ്ടും കൂടി ഒരു 3000 കോടി രൂപ ലാഭം കേന്ദ്രത്തിന്. ഇത് വേണ്ടാന്ന് പറഞ്ഞാണല്ലോ ഇവന്മാർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മക്കള് പൊക്കോ, ഒന്നും വേണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ് കടലാസ് മേടിച്ച് ഫയൽ ചെയ്ത് കോപ്പിയൊക്കെ എടുത്ത് അവിടെ വെക്കും. ഇവന്മാരിവിടെ യുദ്ധം ജയിച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. 4 ദിവസം കഴിയുമ്പോൾ അധ്യാപകന് ശമ്പളം ഇല്ല, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിന് ശമ്പളം ഇല്ല, ഉപ്മാവ് ഉണ്ടാക്കുന്ന ചേച്ചിക്ക് ശമ്പളം ഇല്ല. അവസാനം ഇവര് സംസ്ഥാന ഗവൺമെന്റ് എന്താ പറയാൻ പോകുന്നത്? ഉച്ചക്കഞ്ഞിക്ക് പൈസ ഇല്ല, നാട്ടുകാരെ പിരിച്ചോളാൻ പറയും. നാട്ടുകാരെ പിരിക്കാൻ വരുമ്പോൾ നാട്ടുകാർ ചോദിക്കും, ഞങ്ങൾ ഉച്ചക്കഞ്ഞിക്ക് പൈസ തരണം, പിള്ളേരെ കൊണ്ടുപോകുന്ന സ്കൂളിന്റെ പൈസ തരണം, പിന്നെ അവിടെ നടക്കുന്ന എല്ലാ പരിപാടിക്കും പൈസ തരണം. ഇനിയിപ്പോ നിങ്ങൾക്ക് ശമ്പളം കൂടെ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? എന്നാ വേണ്ട, ഞങ്ങൾ സ്വകാര്യ സ്കൂളിൽ കൊണ്ട് ചേർത്തോളാം, ഇത്രയും പിരിവ് അവിടെ കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ആകെപ്പാടെ ഉൾട്ടായാവും. ചുരുക്കി പറഞ്ഞാൽ ഈ സംഗതി ഏതാനും നാളുകൾക്കുള്ളിൽ പിൻവലിക്കും. അതാണ് കേരളത്തിന്റെ പാരമ്പര്യം. അതായത് ആരോഗ്യ മന്ത്രാലയത്തിൽ മന്ത്രം എഴുതാതിരുന്ന് 2.5 കൊല്ലം കൊണ്ട് 2860 കോടി നഷ്ടപ്പെടുത്തിയതുപോലെ തന്നെ PM ശ്രീ പദ്ധതിക്കെതിരെ മസിൽ പിടിച്ചിട്ട് ഏറ്റവും അവസാനം ഞങ്ങൾ നടത്തിക്കൊള്ളാവേ എന്ന് പറഞ്ഞ് സമസ്താപരാധവും പറഞ്ഞു പോയി കേന്ദ്രത്തിന്റെ മുമ്പിൽ കീഴടങ്ങും. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് അപ്പോഴത്തേക്ക് ഒരു 3000 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടം വരും. ഈ പറയുന്ന അധ്യാപകന്മാർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ വരും.